യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്രിസ്തീയ ജീവിതത്തിന് അനുസൃതമായ ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും വചനത്തിനനുസൃതമായ ജീവിതം ക്രമപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായ ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ദൈവവചനം ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരും അത് വായിച്ചറിയുവാനും അതിനനുസൃതമായ ഒരു ജീവിതം ക്രമപ്പെടുത്തുവാനും വേണ്ടിയാണ്. ദൈവവചനത്തിനനുസൃതമായ ജീവിതം നയിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ഷേമ ഇസ്രായേൽ ഇന്ന് അതിൻ്റെ 50-ാം എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന സന്ദേശവുമായി എത്തുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. മുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ അറിയപ്പെടുന്നൊരു ഗുണ്ടയായിരുന്നു. എൻ്റെ പണിയെന്ന് പറയുന്നത് വണ്ടി CC പിടുത്തം, പിടിച്ചുപറി, വ്യഭിചാരം, മോഷണം, കൊട്ടേഷൻ, അങ്ങനെ ഞാൻ ചെയ്യാത്ത പണികളൊന്നും തന്നെ ഇല്ല. ഞാൻ രാവിലെ ഉറക്കമുണ്ടെന്ന് തന്നെ പാപം ചെയ്യാനും പാപ സാഹചര്യങ്ങൾ ഒരുക്കുവാനുമാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ 2015 മെയ് മാസം 17-ാം തീയതി കാരിസ് ഭവനിലെ ധ്യാനത്തിൽ സംബന്ധിക്കാൻ ഇടവന്നു. 2-ാം ദിവസം തന്നെ എൻ്റെ തമ്പുരാൻ എന്നെ തൊട്ടു. 4.5 വർഷത്തോളമായി യൂറിക് ആസിഡിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് കാല് തറയെ തൊടാൻ വയ്യാതെ നടക്കുകയായിരുന്നു ഞാൻ. ആയുർവേദം, ഒറ്റമൂലി, അലോപ്പതി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല ഡോക്ടർമാരും എന്നെ ചികിത്സിച്ചു. എല്ലാവരും പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മരിക്കുന്നവരെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞതാണ്. എൻ്റെ തമ്പുരാൻ തൊട്ടതിൻ്റെ അന്ന് മുതൽ എനിക്ക് കാലുവേദന ഇല്ല. പിറ്റേന്ന് ഇവിടെ ധ്യാന ഹോളിൽ വചനപ്രവേശനം നടക്കുന്ന സമയത്ത് കുമ്പസാരത്തിൻ്റെ സമയമാണ്. കുമ്പസാരവും കൗൺസിലിങ്ങും കുമ്പസാരവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. കൗൺസിലിംഗ് എടുത്തിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല. കുമ്പസാരിച്ചിട്ട് 23 വർഷത്തിന് മേലെയായി. അപ്പോൾ അച്ഛൻ കുമ്പസാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. അച്ഛൻ്റെ അരികിൽ വന്നൊരു മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം, ഒരു 2 മണിക്കൂർ വേണമെന്ന്. അച്ഛൻ പറഞ്ഞു, ആ മകനോട് പറഞ്ഞു പോയിട്ട് വരിക. ആ മകൻ വീട്ടിൽ പോയി 75ഓളം വരുന്ന A4 സൈസ് പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആ മകൻ 75ഓളം പേജിൽ എഴുതിക്കൊണ്ടുവന്ന് കുമ്പസാരിച്ചു, ഞാൻ എത്ര പേജിൽ എഴുതും? ഇന്ത്യയിൽ എഴുതാൻ ബുക്കുകളില്ല, അത്രമേൽ പാവം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ചോദിച്ചു, ഞാൻ എങ്ങനെ കുമ്പസാരിക്കും? അപ്പോൾ ഒരു മനസ്സിലൊരു ഐഡിയ തോന്നി, അച്ഛനെ പിടിച്ച് കൊണ്ടുപോകാം ഇവിടെ നിന്ന്, 2 മാസം കുമ്പസാരിച്ചിട്ട് തിരിച്ചു വിടാമെന്ന്. അത് കഴിഞ്ഞ് കുമ്പസാര സമയം പ്രേക്ഷിത കുട്ടി വന്ന് എന്നെ വിളിച്ചു കുമ്പസാരത്തിന്. ഞാൻ കുട്ടിയോട് പറഞ്ഞു, മകളെ എനിക്കിവിടെ കുമ്പസാരിച്ചാൽ പറ്റത്തില്ല, അച്ഛൻ്റെ മുറിയിൽ പോയി കുമ്പസാരിക്കണമെന്ന്. അങ്ങനെ 5:30 മണിയായപ്പോൾ അന്ന് വൈകുന്നേരം 5:30 മണിക്ക് ഞാൻ അച്ഛൻ്റെ മുറിയിൽ പോയി കുമ്പസാരിച്ചു. എൻ്റെ 23 വർഷക്കാലത്തെ സകലമാന പാപങ്ങളും അച്ഛനോട് ഏറ്റു പറഞ്ഞു. ഇനിമേൽ യാതൊരുവിധ പാപം ചെയ്യില്ലെന്നും അന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. അന്ന് എനിക്കെന്തോ കൂടുതലെന്തോ സൗഖ്യം കിട്ടിയതും തലയിലിരുന്ന വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. അന്ന് തുടങ്ങി ഇന്ന് വരെയും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവൻ്റെ വചനങ്ങളനുസരിച്ചാണ് ജീവിക്കുന്നത്. മിശിഹായിലേറ്റ് സ്നേഹം നിറഞ്ഞ ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ 50-ാമത്തെ എപ്പിസോഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഷേമ ഇസ്രായേൽ എന്ന ഈ വചന പ്രോഗ്രാമിന്
സർവശക്തനായ ദൈവം നൽകിയ വലിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ട് ഈ നിമിഷം നന്ദി പറയുന്നു. ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും ഇനിയും നമുക്ക് ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിലൂടെ തിരിച്ചറിയാം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഈ വചന പ്രോഗ്രാം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാതെ സ്വീകരിക്കപ്പെടുവാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാനുമുള്ള ഒരു ക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ വചന പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ക്ഷമ ഇസ്രായേൽ. ഇസ്രായേൽ കേൾക്കുക. ദൈവം തൻ്റെ മക്കൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വചനമായിട്ട് നൽകുവാനായിട്ട് തീരുമാനമെടുത്തത്. ദൈവമക്കൾ കേട്ടിരിക്കുകയും അറിഞ്ഞിരിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന മേഖലകളാണ് നാളിതുവരെ ക്ഷമ ഇസ്രായേലിലൂടെ കരിസ് മീഡിയ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഉദ്ദീപിപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 27 മുതലുള്ള വചനങ്ങളാണ്. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ലോകരക്ഷകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വചനം, പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്കോരോരുത്തർക്കും വേണ്ടി നൽകുകയാണ്. ഈശോ വചനം പറഞ്ഞുകൊണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടും കടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ആൾക്കൂട്ടം കടന്നു വരുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ. പലരും വരുന്നത് കർത്താവിനെ തൊടുവാനും കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനും കർത്താവിനോട് ചേർന്നിരിക്കാനുമാണ്. അവൻ്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരാളെപ്പോലും നിരാശനായിട്ട് അവൻ പറഞ്ഞു വിടുന്നില്ല. ബൈബിളിൽ നിരാശനായി കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. സുവിശേഷങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയുമായി കടന്നു വന്ന യേശുവിനെ തേടി കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ കടന്നു വന്നത് വലിയ ആഗ്രഹവുമായിട്ടാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ വചനത്തിലൂടെ കേട്ടിട്ടുണ്ട്. അവൻ നിരാശനായി മടങ്ങിപ്പോകുന്നു. അവൻ്റെ നിരാശയ്ക്ക് കാരണം മറ്റൊന്നുമല്ല. അവൻ ചോദിച്ച ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. അവൻ ചോദിച്ച ചോദ്യത്തിന് അവൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഉത്തരം യേശു നൽകുന്നുണ്ട്. ആ ഉത്തരം ലഭിക്കാത്തത് കൊണ്ടല്ല അവൻ നിരാശനായി പോകുന്നത്. പിന്നെയോ അവന് യേശുവിൻ്റെ വചനം കേട്ട് അത് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ സമ്പത്ത് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ സ്വന്തമായതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി, നിരാശനായി തിരിച്ചുപോയി എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ ഒരു വെളിച്ചത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും വചനം കേൾക്കേണ്ടത്. ഏത് പ്രോഗ്രാമിലൂടെയും ഏത് സുവിശേഷ സന്ദേശത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിന് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഈശോ വചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം വിതക്കാരൻ്റെ ഉപമയിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുക്കപ്പെട്ട ആഴമുള്ള മണ്ണിലേക്ക് വീഴുന്ന വിത്ത് അത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാത്തതിന് കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ വയലുകൾ അതിന് പരുവപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തി തളച്ചിടുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം, അനുഗ്രഹങ്ങൾ കിട്ടണം, ജോലി ലഭിക്കണം, രോഗം മാറണം. ഇതിന് മാത്രം ദൈവത്തിൻ്റെ വചനത്തെ കുടുക്കിയിടുന്നവരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ഒരു സ്ത്രീ അവിടെ ഇരുന്നു കൊണ്ട് ഈശോയുടെ വചനം കേട്ടിട്ട് പറയുകയാണ്, നല്ല വചനം, നല്ല മനോഹരമായ വചനം, നീ പറയുന്ന കാര്യങ്ങളൊക്കെ അർത്ഥമുള്ളതാണ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വചനം കേൾക്കുമ്പോൾ വചനപ്രഘോഷകർ നല്ലതാണെന്നും മോശമാണെന്നും ഒക്കെ കമൻറ്റ് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നല്ല വചനപ്രഘോഷണം, ദൈവത്തിൻ്റെ വചനം നല്ലത് തന്നെയാണ്. എന്നാൽ ഈ സ്ത്രീ പറയുകയാണ്, അതുപോലെ തന്നെ പറയുകയാണ്,
അങ്ങ് പറഞ്ഞ വചനം നല്ലതാണ്, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ വലുതാണ്, മറ്റാർക്കും പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവയാണ്. പ്രിയപ്പെട്ടവരെ, ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു പരാമർശം പോകുന്നത് പരിശുദ്ധ അമ്മയിലേക്കാണ്. ഈ മകൻ അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് അറിയപ്പെടുന്നത്. നിൻ്റെ അമ്മ ഭാഗ്യമുള്ളവളാണ്. കാരണം നിന്നെ ജനിപ്പിക്കുവാനും നിനക്ക് ജന്മം നൽകുവാനും നിന്നെ വളർത്തുവാനും ഒക്കെ സാധിച്ച അമ്മ ഭാഗ്യമുള്ളതാണെന്ന് ഈ സ്ത്രീ പറയുകയാണ്. തികച്ചും ഭൗതികമായ ചിന്തയാണ് അതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം. അപ്പോൾ ഈശോ പറയുകയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യമുള്ളതാണ്. ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പരിശുദ്ധ അമ്മയെക്കാളും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. പരിശുദ്ധ അമ്മയേക്കാൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ വലിയ ഭാഗ്യം നേടിയെടുക്കാനായിട്ട് കഴിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരെ. ചിലരൊക്കെ പരാമർശിക്കുന്നത് കേൾക്കാം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് തെറ്റായിട്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് മോശമായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നവരെയൊക്കെ നമ്മൾ വഴിയരികിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കാണാറുണ്ട്. അവിടെ ഒരു വലിയ പരാമർശം ഈശോയുടെ ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. വചനം കേട്ട് അതനുസരിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയേക്കാൾ ഭാഗ്യമുള്ളവരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും, എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഭാഗ്യമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഉള്ള ഒരു ജീവിതം, ആ ജീവിതം കർത്താവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത? പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത മറ്റൊന്നുമല്ല. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പരാമർശങ്ങൾ. പരിശുദ്ധ അമ്മ യൂദയായിൽ വസിച്ചിരുന്ന ഒരു പാവം ഇടയ പെൺകുട്ടി. ആ പെൺകുട്ടി പോകുന്ന വഴിക്ക് ഗബ്രിയേൽ മാലാഖയുമായിട്ടുള്ള ഒരു സന്ദർശനം, ഒരു കണ്ടുമുട്ടൽ അവിടെ നടക്കുകയാണ്. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ ഒരു സന്ദേശവുമായി കടന്നു വന്നതാണ്, ഒരു ദൂതൻ കടന്നു വന്നതാണ്. ഒരു സന്ദേശം ഇതാണ്, പരിശുദ്ധ അമ്മയോട് പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വർഗം നിനക്ക് വേണ്ടി ഒരു ആഗ്രഹം മാറ്റിവെച്ചിട്ടുണ്ട്, നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നീ ആ രക്ഷകന് ജന്മം കൊടുക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ നിന്നു കൊടുക്കണം, ദൈവത്തിൻ്റെ വചനം ഫലമണിയുവാനായിട്ട് നീ കൂട്ടുനിൽക്കണം, ദൈവവചനം ഫലമണിയുവാനായിട്ട് കൂട്ടുനിൽക്കണം. പരിശുദ്ധമ്മ പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ മാലാഖ അതിന് ഉത്തരം കൊടുക്കുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാകും. ഈ കാര്യം പറയുമ്പോൾ പരിശുദ്ധമ്മ ഒരു സംശയവും കൂടാതെ ദൈവത്തിൻ്റെ വചനം ആ ദൂതനിലൂടെ സ്വീകരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. പറയുന്നത് ദൈവം നേരിട്ടല്ല, ദൈവം പറയുന്നത് ദൂതനിലൂടെയാണ്, ഗബ്രിയേൽ മാലാഖയിലൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും മാതാപിതാക്കളാകുന്ന ദൂതന്മാരിലൂടെ, അധ്യാപകരാകുന്ന ദൂതന്മാരിലൂടെ, വൈദികരും സന്യസ്തരുമാകുന്ന ദൂതന്മാരിലൂടെ, ആത്മായ വചനപ്രഘോഷകരാകുന്ന ദൂതന്മാരിലൂടെ ദൈവത്തിൻ്റെ ദൂത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അടുത്തെത്താറുണ്ട്. ഉപദേശങ്ങളായിട്ട്, നിർദ്ദേശങ്ങളായിട്ട്, പഠനങ്ങളായിട്ട്, വചനപ്രഘോഷണങ്ങളായിട്ട്, തെറ്റുതിരുത്തുവാനുള്ള നിർദ്ദേശങ്ങളായിട്ട്, ഒരുപക്ഷെ ഒരല്പം ശാസിക്കുന്ന രീതിയിൽ, അതുമല്ലെങ്കിൽ തെറ്റുതിരുത്തുന്ന രീതിയിലുള്ള ഉപദേശങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ സ്വീകരിക്കുന്നു അനുസരിച്ചിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ ഈ ദൂതിനെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിറവേറും, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. പലരും ധ്യാനം കൂടാനായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മനോഭാവത്തോടെ, ഒരുപാട് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ വന്ന് ധ്യാനം കൂടും. ഒരുപാട് നിയോഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, വലിയ ഭാരമുള്ള നിയോഗങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കാനായിട്ട് ഏത് വഴിയും പോകാനും, എത്ര ദൂരം, എത്ര റിസ്ക് എടുക്കാനും ഒക്കെ ആളുകൾ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വചനമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ
പൂർണ്ണമായിട്ടും നിറവേറുവാനായിട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ലേഖകൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരായി മാറുന്നത് അപ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. ഈ ഭൂമിക്ക് ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. വചനത്തിൻ്റെ ശക്തിയാലാണ് ഇന്നും ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായും ദൈവം പരിപാലിക്കുന്നത്. ആ വചനം സജീവമാണ്, ജീവൻ നൽകുന്നതാണ്. പലപ്പോഴും ധ്യാനങ്ങളിലും ശുശ്രൂഷകളിലുമൊക്കെ സംഭവിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. തളർന്നു പോയ വ്യക്തികൾ എഴുന്നേറ്റ് നടക്കുന്നതും, രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നതും, വിടുതലുകൾ സംഭവിക്കുന്നതും, മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ്. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. മരിച്ചവരെ പോലും യേശു ഉയർപ്പിക്കുന്നുണ്ട്. കാരണം ജീവൻ നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാറ്റിനെയും കടലിനെയും ദൈവത്തിൻ്റെ വചനം ശാന്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തളർവാദ രോഗിയെ ദൈവത്തിൻ്റെ വചനം എഴുന്നേൽപ്പിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ കുഷ്ഠരോഗിയെ ദൈവത്തിൻ്റെ വചനം സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന്, ജീവൻ നൽകുന്ന വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാരായി തീരും. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരെ ഭാഗ്യവാനെന്ന് വിളിക്കാറുണ്ട്. ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് നടന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് ജോലി നേടിയെടുക്കുമ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് ഭാഗ്യവാൻ. ഒരു പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും വിളിക്കാൻ പറ്റില്ല എങ്കിലും ഒരർത്ഥത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റും, അവൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവാനുഗ്രഹമാകുന്ന ഭാഗ്യം സ്വീകരിച്ച വ്യക്തി. അതുകൊണ്ട് സജീവമായ വചനം, ഊർജ്ജസ്വലതയുള്ള വചനം എന്ന് പറഞ്ഞാൽ തളർന്നു പോയതിനെ ശക്തിപ്പെടുത്തുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. വീണ്ടും പറയുന്നു, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നന്മ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ ചെയ്യാൻ പറ്റുക. പലരും പ്രതീക്ഷിക്കുന്നതാണ്, വചനം കേൾക്കണം, എനിക്ക് കൃപകൾ കിട്ടണം, വചനം കേട്ടാൽ എനിക്ക് അനുഗ്രഹം കിട്ടണം, വചനം കേൾക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടണം, വചനം കേൾക്കുമ്പോൾ എൻ്റെ രോഗം മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വശം മാത്രം നോക്കുന്നതല്ല ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവം എല്ലാം കാണുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ഒക്കെ തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഒക്കെ വിവേചിക്കുന്നതാണ്. തെറ്റായ രീതിയിൽ തിന്മയ്ക്ക് വേണ്ടിയാണോ നീ ആഗ്രഹിക്കുന്നത്? തിന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? അതോ നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം എന്താണ്? ഏത് വിചാരത്തോടെ നീ പ്രാർത്ഥിക്കുന്നത്? ഫരിസേയനെ പോലെയാണോ? അതോ ചുങ്കക്കാരനെ പോലെയാണോ? ശരിക്കും എളിമപ്പെട്ടാണോ? അതോ അഹങ്കാരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണോ നിൻ്റെ പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വിവേചിച്ചറിയും. അതുകൊണ്ട് വചനത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കാണാറുണ്ട് ഒരുപാട് പേര് അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലയിൽ ഒരു ശ്രദ്ധയുമില്ലാതെ. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖല? ദൈവം പഠിപ്പിക്കുന്ന കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും ക്രമപ്പെടുത്താതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുക അസാധ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും അത് പൂർണ്ണതയിലേക്ക്, രമ്യതയിലേക്ക് കൊണ്ടുവരാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം പ്രാപിക്കുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് കുരിശ് ഒരടയാളമായിട്ട് മാറുന്നത്. ഇവിടെയാണ് കുരിശ് ഒരു അടയാളമായി മാറുന്നത്. കുരിശെന്ന അടയാളം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും അടയാളമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളം. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയുന്നു. ഒരുപാട് പേരിൽ നിന്ന് വചനം കേൾക്കുമ്പോഴും അവിടെ ചിലർക്കൊക്കെ മാത്രം ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, ചിലർക്കൊക്കെ മാത്രം മാനസാന്തരങ്ങൾ ലഭിക്കുന്നത്, ചിലർക്കൊക്കെ മാത്രം വിടുതലുകൾ ലഭിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആ വ്യക്തിയുടെ പ്രാർത്ഥനയോ, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയോ, അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ വഴി, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനുള്ള വഴി പൂർണ്ണമായിട്ട് തുറന്നു കിട്ടുന്നതുകൊണ്ടാണ്. അങ്ങനൊരു തുറവിയോടെ ദൈവവചനം കേൾക്കുവാനായിട്ട് തയ്യാറായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവവചനം ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും. ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കാനായിട്ട് സാധിക്കും. വീണ്ടും കർത്താവ് പഠിപ്പിക്കുന്നു, അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്.
അവിടുത്തെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവവചനത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവർക്ക് അറിയാം, ദൈവവചനം കേൾക്കുന്ന സമയത്ത് ഒരു സ്കാനിങ് പോലെ കർത്താവ് നടത്തുന്ന സ്കാനിങ് ആണ്. നമ്മളൊരു രോഗത്തിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ രോഗം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ സ്കാനിങ് നടത്തി ഏറ്റവും വീക്കായിട്ടുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്താറുണ്ട് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നടത്തുന്ന സ്കാനിങ് ആണ് ദൈവത്തിൻ്റെ വചനപ്രഘോഷണം. വചനം കേൾക്കാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംശയത്തോടെ കാണണം. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ സ്കാൻ ചെയ്യുന്നത്. എവിടെയാണ് എൻ്റെ കുറവ്? സ്കാൻ ചെയ്യുന്നത് കുറവുകൾ കണ്ടുപിടിക്കാനാണ്. പൂർണ്ണ ആരോഗ്യമുള്ള ശരീരത്തിൽ സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ, രോഗാവസ്ഥകൾ, അസ്വസ്ഥതകൾ, വേദനകൾ, സങ്കടങ്ങൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്കാനിങ്ങിലേക്ക് കടന്നു പോകുന്നത്. ആ സ്കാനിങ് വെളിപ്പെടുത്തി തരും എവിടെയാണ് നിൻ്റെ ശരീരത്തിൽ ആരോഗ്യം കുറവ്. ദൈവവചനം സ്കാനിങ് ആണ്. ദൈവത്തിൻ്റെ സ്കാനിങ്, ദൈവം തൻ്റെ മക്കളെ സ്കാൻ ചെയ്യുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. അവിടെ നിൻ്റെ കുറവുകളെ കർത്താവ് കാണിച്ചു തരും. അവിടെ നിൻ്റെ ബലഹീനതകൾ കർത്താവ് കാണിച്ചു തരും. അവിടെ നിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ കർത്താവ് വചനത്തിലൂടെ കാണിച്ചു തരും, ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തരും. അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഒരുപക്ഷെ പലരും തീരുമാനമെടുക്കും, മുന്നോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ എങ്കിലും തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ദൈവാനുഗ്രഹം ലഭിച്ച അനേകം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള വചന പ്രോഗ്രാമുകൾ കേട്ട് അതനുസരിച്ച് ചെറിയ തീരുമാനമെടുത്ത് മാറ്റം വരുത്തുമ്പോൾ തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന വലിയ അനുഗ്രഹങ്ങൾ ആ കുടുംബങ്ങളിൽ, ആ വ്യക്തികളിൽ നൽകാറുണ്ട്. പക്ഷേ അവരൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുക അസാധ്യമാണ്. കാരണം മാനസാന്തരങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് ചെറിയ തീരുമാനമെടുത്താൽ വചനം അനുസരിച്ച് ഏതെങ്കിലും ജീവിതത്തിലെ അവിശുദ്ധമായ മേഖലകളോ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും മേഖലകളോ ഒക്കെ നല്ല തീരുമാനങ്ങളെടുത്താൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് തീരുമാനമെടുക്കാം. അവിടുത്തെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുമ്പിൽ എല്ലാം അനാവൃതമാണ്. ഓരോ വചനം കേൾക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കേട്ടുകൊണ്ടിരിക്കുക. ഹൃദയം പരിശോധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആരുടെയും പ്രാർത്ഥനകൾ വലിയ ഉച്ചത്തിൽ ഉയരുന്നില്ലെങ്കിലും നിന്റെ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ വേദനകൾ കാണുന്നു, നിന്റെ യഥാർത്ഥ ദുഃഖങ്ങൾ കാണുന്നു, നിന്റെ ആഗ്രഹങ്ങൾ കാണുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ മുമ്പിൽ തന്നെയാണ്. അവിടുത്തെ മുമ്പിൽ തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവവചനത്തിന് മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ വചനം മാംസമായ ക്രിസ്തുവിൻ്റെ മുൻപിലാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പല കാര്യങ്ങളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കാൻ പറ്റില്ല. നമ്മൾ കേട്ട ഓരോ വചനവും നമുക്ക് വേണ്ടി കർത്താവ് നൽകിയ നിർദ്ദേശങ്ങളാണ്. അതനുസരിച്ച് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാത്തത് കൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയത് ഒരുപക്ഷെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എന്നെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്നെ അറിയിക്കേണ്ടവർ അറിയിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. വചനം പഠിപ്പിക്കുന്നു, കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ മുൻപിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. പലരുമുണ്ട്, പല വ്യക്തികളുമുണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സമൂഹം ആരും കാണുന്നില്ല, വീട്ടുകാരും കാണുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി അറിയുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലല്ലോ, സമൂഹത്തിൽ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി ഒളിച്ചു മാറി നടക്കുന്ന വ്യക്തികളുണ്ട്. ആരും കണ്ടിട്ടില്ല. പക്ഷേ കണക്ക് ബോധിപ്പിക്കേണ്ടത് നിൻ്റെ മാതാപിതാക്കളുടെ മുമ്പിലല്ല, കണക്ക് ബോധിപ്പിക്കേണ്ടത് നിൻ്റെ മക്കളുടെ മുമ്പിലല്ല, കണക്ക് ബോധിപ്പിക്കേണ്ടത് നിൻ്റെ ജീവിത പങ്കാളിയോടല്ല. പാപത്തിൻ്റെയും ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാണ്, വചനം മാംസമായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ്. ആ കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നിനക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെറ്റുതിരുത്തി മടങ്ങി വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമ ഇസ്രായേൽ എന്ന വചന പ്രോഗ്രാം നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ദൈവവചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ഓരോ ദിവസവും ഈ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയെയും ഒപ്പം ദൈവവചനത്തെയും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. നമ്മൾ കേട്ട വചനമനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുക്കാം. ഇനി ഏത് വചന ശുശ്രൂഷ കൂടിയാലും ആ ഓരോ വചന ശുശ്രൂഷയിലും നല്ല തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തുടർന്ന് വരുന്ന ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കുറവുകളെയും വചനം മാംസമായ യേശുവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.
ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥലത്തു നിന്നും ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നമുക്കൊരു നിമിഷം നോക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകം മുഴുവനിലുമുണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് അരുളി ചെയ്തവൻ നമ്മുടെ തൊട്ടരികിലുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവത്തിനൊരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, കർത്താവ് നിനക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞ് ഈ ഭൂമിയിൽ ഒരു ജീവിതം നൽകിയതിന്, കുറവുകളുടെയും പരിമിതികളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ടും ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. വളരെ പ്രത്യേകമായി ക്ഷമ ഇസ്രായേൽ എന്ന ഈ വചന പ്രോഗ്രാമിനെ ഓർത്ത് നന്ദി പറയാം. 50 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ അനേക മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈശോയെ, എല്ലാറ്റിനും നന്ദി പറയുന്നു. ഒരു നിമിഷം ഇപ്പോൾ അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ, മാറ്റം വരുത്തുവാൻ തീരുമാനമെടുത്ത ഓരോ വ്യക്തികളെയും ഈശോയെ അങ്ങയുടെ ശക്തിയേറിയ കണ്ണുകൾ കൊണ്ട് കണ്ട് അവരെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളികളോടെ പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിക്കണമേ. ഇവരുടെ കരങ്ങളിലൂടെ അവർ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും അങ്ങ് കാണണമേ. എല്ലാ വേദനകളെയും അങ്ങ് സ്വീകരിക്കണമേ. സങ്കടങ്ങളിലേക്ക് ആശ്വാസമായിട്ട് അങ്ങ് കടന്നു വരണമേ. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടയ്ക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ കേട്ടു, ഈശോ നമ്മളോട് സംസാരിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ളവർ? ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മാത്രം ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ആസ്വദിക്കുവാനും ഈശോയെ അറിയുവാനും ഭാഗ്യം ലഭിച്ചവർ. ഒരു നിമിഷം ഹൃദയം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച്, എവിടെയാണ് നമുക്ക് കുറവുകളുള്ളത്, ബലഹീനതകളുള്ളത്? ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുന്നത് എന്തൊക്കെയാണ്? ഒരുപക്ഷെ നമ്മുടെ ജോലിയോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ കുടുംബ സാഹചര്യങ്ങളോ, നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളോ, കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളോ ഒക്കെ നിന്നെ ദൈവവചനം കേൾക്കുവാനും കർത്താവിനോട് ചേർന്നിരിക്കുവാനും തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വചനം കേട്ട് അതനുസരിച്ച് ഭാഗ്യം സ്വീകരിക്കുവാൻ, പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യവതി, ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ പല പ്രവണതകളും, ഈ ലോകത്തിൻ്റെ പല ഇഷ്ടങ്ങളും, ഈ ലോകത്തിൻ്റെ പല തകർച്ചകളും എന്നെ കീഴടക്കുന്നു. കർത്താവേ, ആ മേഖലയിൽ എനിക്ക് ഒരു മോചനം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുവാൻ തടസ്സപ്പെടുന്ന രീതിയിൽ ആത്മീയ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, പള്ളിയിൽ പോകാത്ത മക്കൾ, കുമ്പസാരവും കുർബാനയും സ്വീകരിക്കാത്ത മക്കൾ, കൂദാശകളിൽ താല്പര്യമില്ലാത്ത മക്കൾ, തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത മക്കൾ, കർത്താവെ, അങ്ങനെ ആത്മീയമായി അകന്നു പോയവർ, ദൈവവിശ്വാസമില്ലാത്തവർ, നിരീശ്വരവാദങ്ങളിൽ വിശ്വസിക്കുന്നവർ, തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളെ പിന്നാലെ പോകുന്നവർ, അവരെല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അങ്ങയെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആത്മീയ മേഖലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങ് മോചിപ്പിക്കണമേ. ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കർത്താവെ, മാനസികമായ
തളർന്നു പോയ മക്കളെ സമർപ്പിക്കുന്നു. മാനസികമായി തളർന്നു പോയവർ, ഒരുപാട് ആകുലതകൾ, ആശങ്കകൾ, നിരാശകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, ആത്മഹത്യാ പ്രവണതകൾ ഒക്കെയുള്ള മക്കളുണ്ട് ഈശോയെ. മാനസികമായി തകർന്നു പോയവർ, ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒന്നും ലഭിക്കാതെ പോയവർ, അങ്ങനെ തകർന്നു പോയവർ ഈശോയെ ഈ നിമിഷം തന്നെ ആ മക്കളെ മോചിപ്പിക്കണമേ. അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് സ്നേഹമായി കടന്നു വരണമേ, സ്നേഹമായി കടന്നു വരണമേ, സാന്ത്വനമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മനസ്സിൻ്റെ മേഖലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന കർത്താവെ, നിരാശയിൽ കഴിഞ്ഞു പോകുന്ന എല്ലാ മക്കളെയും ആ നിരാശയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായ മേഖലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നവർ, ശാരീരികമായിട്ട് കുടുങ്ങിപ്പോയവർ, ജഡത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ച്, ജഡത്തിന് വേണ്ടി ജീവിച്ച്, അങ്ങനെ വചനം കേൾക്കുവാനും വചനത്തോട് താല്പര്യവുമില്ലാത്ത മക്കൾ, അതുപോലെ ആസക്തികളുള്ളവർ, മദ്യപാന ആസക്തിയുള്ളവർ, അതുപോലെ മയക്കുമരുന്നോട് ആസക്തിയുള്ളവർ, പണത്തോട് ആസക്തിയുള്ളവർ, ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളോട് ആസക്തിയുള്ളവർ, കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജഡത്തിൻ്റെ ആസക്തികൾ, ഭൗതികതയുടെ ദുരാത്മാവ് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോചനം നൽകണമേ ഈശോയെ, ആ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ആത്മീയ, ഭൗതിക, മാനസിക മേഖലയിലുള്ള എല്ലാ ബന്ധനങ്ങളെയും യേശുനാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും യേശുവിൻ്റെ രക്ഷ കടന്നു വരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.